പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസുഖബാധിതനായി തുടരുകയാണ്. അത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ധ്രുവ് റാത്തിയുടെ ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ചുള്ള, മോദിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലെ ഒരു 5 മിനിറ്റത്തെ പരാമർശം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ഉദ്യമിക്കുന്നത്. ആ വീഡിയോ ഫുള്ളായി നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കേൾക്കുക. ഹിന്ദിയിലാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട്. പിന്നെ ഈ തൊപ്പി, ഇത് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. എൻ്റെ ഒരു വല്ലാത്ത സുഹൃത്താണ്. എന്ത് സഹായവും ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് അയൽപക്കത്തുണ്ട്. എനിക്ക് മാത്രമല്ല, പലർക്കും അദ്ദേഹം സഹായം ചെയ്യുന്ന തുറന്ന മനസ്സുള്ള വ്യക്തിയാണ്. അരമണിക്കൂർ മുമ്പ് ചോദിച്ചു, ഉടനെ തന്നെ സാധനം ഇവിടെ എത്തി. തൊപ്പിയിടാൻ കാരണം വയ്യാണ്ടിരിക്കുന്നത് കൊണ്ടുള്ള ഒരു ദുരവസ്ഥ ഒന്ന് മറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് തൊപ്പി. പിന്നെ തൊപ്പിയൊക്കെ ആരുടെയും കുത്തകയൊന്നുമല്ലല്ലോ, നമുക്കും തൊപ്പി ഉപയോഗിക്കാം അല്ലേ? ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ഏതു കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? ഏതെങ്കിലും നീതിന്യായ വകുപ്പ് അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. കുറ്റാരോപിതൻ മാത്രമാണ്. ആര്? അത് ED. അല്ലാതെ കോടതിയിൽ തെളിവ് സഹിതം കേസില്ല എന്ന അറസ്റ്റ്. വളരെ വ്യക്തമായി രാഷ്ട്രീയ പ്രേരിതമായാണ് അറസ്റ്റ്. ഒരു 3-4 സംഭവങ്ങൾ ധ്രുവ് റാത്തി പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഏകാധിപത്യ പ്രവണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചുവടുവയ്പ്പുകൾ വളരെ ഭംഗിയായി അദ്ദേഹം, അത് പൂർണ്ണമായും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എന്നെ ആരോഗ്യം അനുവദിക്കാത്തതിൽ എനിക്കല്പം പ്രയാസമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ 3 സ്ഥാനമുണ്ട്. അതിൽ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ രാജിവെച്ചു പോയി, തമ്മിൽ തർക്കമാണ്. ഈ 3 പേരെ നിയമിക്കുന്ന ആളുകളിൽ സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്നു, അയാളെ മാറ്റി. അതായത് ഇലക്ഷൻ കമ്മീഷനെ വരുതിയിൽ വരുത്താൻ വേണ്ടി ഇപ്പോൾ താനും തൻ്റെ വീട്ടുകാരും എന്ന നിലയ്ക്ക് ഇലക്ഷൻ കമ്മീഷനിൽ പേരിനൊരു കോൺഗ്രസ്സുകാരനെ കൂടെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതും കോടി കൊടുത്തോ ED കൊടുത്തോ ആയിരിക്കും, അറിയില്ല. അത് ധ്രുവ് റാത്തി പറഞ്ഞ കാര്യമല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ യാതൊരു മുഖവിലക്കെടുക്കാതെ ജനാധിപത്യ സംവിധാനങ്ങളെ അങ്ങേയറ്റം വിലക്കെടുത്തിരിക്കുകയാണ്. ഇത്തരം പ്രധാനപ്പെട്ട സംഭവഗതികൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ TV മാധ്യമങ്ങളൊന്നും ഇത് കണ്ട ഭാവമില്ല. ഇപ്പം ഞാനിടയ്ക്ക് ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ കോവിഡിൻ്റെ 2ാം വരവിൽ ആയിരങ്ങൾ ഗംഗയിലൂടെ ശവമായി ഒഴുകി. ഒരു ഫോട്ടോ പോലും ഒരു TV മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ല. കേരളത്തിൽ ചില അടവ് നയങ്ങളുടെ ഭാഗമായിട്ട് ഉമ്മാക്കി കാണിച്ചുള്ള പത്രപ്രവർത്തനത്തിൻ്റെ വിരുദ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മീഡിയ, അപ്പം നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ മീഡിയ, അപ്പം ഇതിന് വിരുദ്ധമായി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ. അതിനു വേണ്ട എല്ലാ നിയമങ്ങളും പാസാക്കി കഴിഞ്ഞു. ഈ ധ്രുവ് റാത്തി തന്നെ എത്ര നാൾ പുറത്തുണ്ടാകുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, എനിക്ക് ആശങ്കയുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചു. അത് ഇപ്പോൾ ഉള്ള കേസൊന്നുമില്ല, പണ്ടെങ്ങാണ്ടാ ഉള്ള കേസിനെ കുത്തിപ്പൊക്കി ഇപ്പം കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ അവരെ മരവിപ്പിച്ചു. അങ്ങനെ മരവിപ്പിക്കുമ്പോൾ അവർക്ക് ഇലക്ഷൻ വർക്ക് ചെയ്യാനൊക്കാതെ വരും. അപ്പോൾ ഏതു വിധേനയും, അതായത്
ഭരണഘടനാ സ്ഥാപനങ്ങളെ പിന്നെ ഉപയോഗിച്ചും ദുരുപയോഗിച്ചും പിന്നീട് ഏതെല്ലാം വഴിയിൽ അറസ്റ്റ് ചെയ്ത് ധനകാര്യ എന്താ പറയുക വയ്യാവേരികൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ CPM 110 കോടി രൂപ അടയ്ക്കാനാണ് അവരുടെ ഏതോ ഒരു പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അവരാണ് EDക്കെതിരെ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത്. അപ്പം അതൊക്കെ അവർക്ക് സഹിക്കാവുന്ന അതിലപ്പുറമുള്ള കാര്യമാണ്. അതൊക്കെ പകൽ പോലെ വെളിച്ചത്തായി എങ്കിൽ തന്നെയും എൻ്റെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് കുറച്ചാളുകൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. നോർത്ത് ഇന്ത്യയിലെ സാധാരണക്കാരൊന്നും ഇതൊന്നും മനസ്സിലാക്കുന്നവരല്ല. അവരെ കയ്യിലെടുക്കാൻ രാമക്ഷേത്രം, കാള, പോത്ത്, ഇറച്ചി, പന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ മതി. അപ്പം ഒരു രാജ്യത്തെ ജനങ്ങളുടെ നിലവാരവുമായി ബന്ധപ്പെട്ടാണ് ആ രാജ്യത്തെ ഡെമോക്രസി. അപ്പം ഡെമോക്രസിയെ എങ്ങനെ നിലനിർത്താമെന്ന് ബിരുദന്മാർക്ക് നന്നായി അറിയാം. വോട്ട് വാങ്ങിച്ച് തന്നെ ഇലക്ഷനിൽ. കാര്യം ഇതൊന്നും ആരും അറിയില്ല. ഈ കേൾക്കുന്ന നിങ്ങളിൽ ദുർവ്രാത്തിയെ എത്ര പേര് അറിഞ്ഞിരിക്കും? ഞാൻ പോലും അറിഞ്ഞത് 2 മാസത്തിന് മുമ്പാണ്. അങ്ങനെയാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഇപ്പം നേരോടെ നിരന്തരം നിർഭയം ഒക്കെ എന്നാണ് ഏഷ്യാനെറ്റൊക്കെ പറയുന്നത്. അവരൊക്കെ തട്ടിവിടുന്ന തട്ടുകൾ അന്തിച്ചർച്ചയിൽ സ്ഥിരമായി കുറേ ആളുകൾ, ഒരു 3-4 പേര്, അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ നിഷ്പക്ഷ നിരൂപകൻ, തനി BJP കാരനാണ്, അതിൻ്റെ പേര് നിഷ്പക്ഷ നിരൂപകൻ. അവർക്ക് എങ്ങനെയെങ്കിലും ഇതങ്ങ് ഓട്ടിച്ചു കൊണ്ടുപോകണം. ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത് CPMന് കിട്ടാത്തതിനെ കുറിച്ചാണ് അധിക സമയവും. വേവലാതിയും പരിവട്ടം BJP വാങ്ങിച്ചതിനെ കുറിച്ചൊന്നും വലിയ ചർച്ച അവിടെ ഉണ്ടായില്ല. ആം ആദ്മി പാർട്ടിയിലെ അമേൽ കത്രികാർ ഒരു പത്രികാ സമർപ്പണം ചെയ്തു ഇലക്ഷനിൽ. പക്ഷേ ആം ആദ്മി പാർട്ടിയോ സംശയമുണ്ട്. മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയുടെ അമേൽ കത്രികാർ, അദ്ദേഹം 9 മണിക്ക് പത്രിക സമർപ്പിച്ചു. 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ED നോട്ടീസുമായി വന്നു. അത് മത്സരിക്കാൻ അനുവദിക്കില്ല, വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്ത് അകത്തിലാക്കും. അങ്ങനെയാണിപ്പം AAPയുടെ പല ആളുകളെയും അറസ്റ്റിലാക്കിയിരിക്കുന്നത്. ഇതുപോലെ പത്രികാ സമർപ്പണം ചെയ്ത പല ആളുകൾക്കും EDയും ഇൻകം ടാക്സും നോട്ടീസ് അയച്ചിരിക്കും. അതായത് ഒരു പിടി ആളുകൾ ഇന്ത്യയുടെ ഭരണത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ജനാധിപത്യ മര്യാദകളെ പൂർണ്ണമായും മറന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു രീതി. കോൺഗ്രസ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യം ഒരു പ്രമുഖ പത്രത്തിന് കാശ് നൽകി കൊടുക്കാൻ പോയി. അവരെടുത്തില്ല. ഇത് ഞങ്ങൾ എടുക്കില്ല. കാരണം അവരുടെയൊക്കെ നേതാവ്, അവരൊക്കെ വിനീത് ദാസന്മാരാണ്. എന്നിട്ട് പറയുന്ന വർത്തമാനമൊക്കെ കേട്ടാൽ നമുക്ക് ചങ്കുപൊട്ടി ആത്മഹത്യ ചെയ്യാൻ തോന്നും. ആദ്യമായാണ് ഇന്ത്യയിൽ കേസില്ലാതെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായി അകത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയ, അദ്ദേഹവും ഇതുപോലെ ഒരു മണി ലോണ്ടറിങ് കേസുമായി ബന്ധപ്പെട്ട് 1 വർഷമായി ജയിലിലാണ്. നോക്കൂ, ഒരു മന്ത്രിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹോം മിനിസ്റ്റർ സത്യേന്ദ്ര 2 വർഷമായി ജയിലിലാണ്. ഇതുവരെ ഒന്നും കോടതി ശിക്ഷിച്ചിട്ടില്ല. കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്ത് ഒരു കുറ്റം ആരോപിച്ച് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ED വിളിച്ചിട്ട് പോയില്ല. കാരണം അദ്ദേഹത്തിന് ശക്തമായ ഒരു ബലമുണ്ട്. കാര്യം തൻ്റെ പക്കൽ തെറ്റില്ല. അദ്ദേഹം ഉണ്ടാക്കിയ മദ്യനയത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ വേട്ടയാടുന്നത്. നിഷ്പക്ഷമായ ആളുകൾ പറയുന്നത് ആ മദ്യനയം നിലവിലുണ്ടായിരുന്ന മദ്യനയത്തെക്കാൾ സർക്കാരിന് കൂടുതൽ ലാഭമുണ്ടാക്കുന്നതാണ്. അതൊന്നും BJPക്ക് ഒരു പ്രശ്നമേ അല്ലല്ലോ. ഇതിൽ ഈ അരവിന്ദ് കെജ്രിവാൾ, സിസോദിയ, സത്യേന്ദ്ര ജയൻ ഇവരൊക്കെ കുറിച്ചൊക്കെ 2 വർഷമായി.
അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഈ അടുത്ത്, ബാക്കി രണ്ടുപേരെ കുറിച്ചും 2 വർഷമായി ഒരുപാട് നിരന്തരമായ റൈഡുകളും മറ്റും നടത്തിയിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ഇതിലിപ്പോൾ ഒരാളെ വെറുതെ വിട്ടു എന്നാണ് ഇന്നത്തെ പത്രവാർത്ത എൻ്റെ ഓർമ്മയിൽ വരും. ഒരു തുമ്പ് പോലെ 3000 സാക്ഷികളെ വരെ വിസ്തരിച്ചു. ഇതിന് കാരണം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2018. മോദി അധികാരത്തിൽ വന്നപ്പോൾ തൻ്റെ എതിരാളികളെ സമർത്ഥമായി തുറുങ്കിലടയ്ക്കാനായി അദ്ദേഹം ഉണ്ടാക്കിയ നിയമമാണ്. ഈ നിയമം അനുസരിച്ച് എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. എങ്ങനെ? എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഞാൻ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കാണ്. എന്നെ അകത്തിടുകയും ചെയ്യും. അപ്പം രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ ഇതിൽ പരം ഒരു കാടൻ നിയമം ഇപ്പം ജർമ്മനി, അത് കഴിഞ്ഞിട്ട് അമേരിക്ക, UN സഭ ഒക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ജനാധിപത്യം തകരുന്നതായിട്ട് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും ഈ എരുമ മാട്ടിൻ്റെ മുകളിൽ മഴ പെയ്താൽ അതിന് പുല്ല് എന്ന് പറയുന്നത് പോലെ ഇതൊന്നും മോഡിയെ അലട്ടുന്ന പ്രശ്നമല്ല. നമ്മുടെ ഉത്തരേന്ത്യൻ സുഹൃത്തുക്കൾ വാരിക്കോരി രാമക്ഷേത്രത്തിനും കാളമൂത്രത്തിനും ഒക്കെ വോട്ട് ചെയ്യുന്നത് കൊണ്ട് അയാൾ ജയിച്ചു വരാമായിരിക്കാം. പക്ഷെ അങ്ങനെ ജയിച്ചു വന്നാൽ ആ ജനത്തിന് തന്നെയാണ് ഏറ്റവും വലിയ ദ്രോഹം. അതിൻ്റെ ഉദാഹരണമാണ് കർഷക നയം, കർഷകരുടെ സമരം, പെട്രോൾ വില, ഡീസൽ വില, പാചകവാത വില. കോവിഡ് ഉണ്ടായപ്പോൾ ആരോഗ്യരംഗത്തെ അങ്ങേയറ്റത്തെ അഴിഞ്ഞാട്ടം, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ വിലപിക്കുകയല്ലാതെ എന്താണ് നമുക്ക് പോംവഴി? മാറ്റമുണ്ടാകണം. ശക്തമായ പ്രതിപക്ഷം കേന്ദ്രത്തിൽ ഉണ്ടാകണം. ഇന്ത്യ കൂട്ടായ്മ ജയിച്ചു വരണം. അതിന് കോൺഗ്രസ് നേതൃത്വം നൽകണം. ഇവിടെ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും മത്സരിക്കുന്നത് എത്ര കണ്ട് നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സംശയമുള്ള ഒരാളാണ് ഞാൻ. മത്സരം ഒഴിവാക്കാമായിരുന്നു. വ്യക്തിഗത താല്പര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് രാജ്യ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കക്ഷികളൊക്കെ പെരുമാറണം. അല്ലെങ്കിൽ BJP-യെ ഉത്തരേന്ത്യൻ വോട്ട് വെച്ച് തോൽപ്പിക്കാനാവില്ല. ഇത് 5 മിനിറ്റത്തെ വീഡിയോയുടെ തുണ്ട് ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഭാഗങ്ങൾ നാളെ ആരോഗ്യം അനുവദിക്കാമെങ്കിൽ പറയാം. താങ്ക് യു. ഗുഡ് ബൈ.